നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് പുതുവത്സര തലേന്ന് പെട്രോൾ പമ്പുകൾ അടച്ചിടും. നാളെ രാത്രി 8 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെയാണ് സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടുക. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി പെട്രോൾ പമ്പുകൾക്ക് നേരെ നടക്കുന്ന ഗുണ്ടാ ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ മാർച്ച് 10 മുതൽ രാത്രി 10 മണി വരെയേ പമ്പുകൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നും അസോസിയേഷൻ വ്യക്തമാക്കി. ഗുണ്ടാ ആക്രമണം തടയാൻ ആശുപത്രി സംരക്ഷണ നിയമം പോലെ നിയമനിർമ്മാണം വേണമെന്നാണ് ആവശ്യം. ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് ആണ് പ്രതിഷേധിക്കുന്നത്. പുതുവത്സര തലേന്ന് രാത്രി മുതൽ പുതുവത്സര ദിനത്തിൽ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിലും ഗുണ്ടാ ആക്രമണത്തിനെതിരെ കർശന നടപടി വേണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത്. രാത്രിയിലും മറ്റുമായി പലയിടത്തായി പെട്രോൾ പമ്പ് ജീവനക്കാരെ ആക്രമിച്ച സംഭവങ്ങൾ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു. മാലിന്യ കേന്ദ്രമല്ല, ഇനി ഇത് സ്നേഹത്തിന്റെ ആരാമം. ദിവസങ്ങൾക്ക് മുൻപ് വരെ നാട്ടുകാരും പരിസരവാസികളും മാലിന്യം തള്ളി വൃത്തിഹീനമാക്കിയിട്ടിരുന്ന ഒരു തെരുവോരത്തെ ഒരാഴ്ച കൊണ്ട് സ്നേഹവും സൗഹൃദവും വിരിയുന്ന ആരാമമാക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. പൂക്കരത്തറ KVUM ദാറുൽ ഹിദായ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. NSSന്റെ സപ്തദിന ക്യാമ്പ് ആരംഭിക്കുമ്പോഴാണ് കോളേജിന്റെ പ്രവേശന കവാടത്തോട് ചേർന്നുള്ള റോഡരികിൽ കാടുമൂടിക്കിടക്കുന്ന പ്രദേശത്തെ ഒരു വിശ്രമ കേന്ദ്രമാക്കുകയെന്ന ആശയം ഉടലെടുത്തത്. ഗ്രാമപഞ്ചായത്തും അംഗങ്ങളും ഇവരുടെ ആശയത്തിനൊപ്പം നിന്നു. കാടുകൾ വെട്ടിത്തെളിച്ചപ്പോഴാണ് അതിനിടയിലുള്ള മാലിന്യ ശേഖരത്തിന്റെ രൂപം പുറത്തുവന്നത്. അതെല്ലാം എടുത്ത് ഒഴിവാക്കി. പിന്നീട് നിലം നിരപ്പാക്കി. പ്രദേശത്ത് തണൽ വിരിച്ചു നിന്ന ഒരു മരവും അതിനോട് ചേർന്നുള്ള മൺപുറ്റും പൂന്തോട്ടത്തിനു ചേർന്ന അന്തരീക്ഷം തീർത്തു. മരത്തിനും മൺപുറ്റിനും മനോഹരമായ വർണ്ണങ്ങൾ നൽകി. മരത്തിനൊരു വശത്ത് സൂര്യനും മറുവശത്ത് ചന്ദ്രനും ഉദിച്ചു. ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് കുപ്പികളിൽ മണ്ണു നിറച്ച് തറയുണ്ടാക്കി. ടയറുകൾ ഉപയോഗിച്ച് ഇരിപ്പിടങ്ങളും. പിറകിലുള്ള ചുമരുകൾ ചിത്രങ്ങളാൽ അലങ്കരിച്ചു. ചെടികൾ നട്ടു. സ്നേഹാരാമം എന്ന പേരിട്ട് ഒരു മിനി പാർക്ക് തന്നെ ആ റോഡരികിൽ രൂപപ്പെട്ടു. പെൺകുട്ടികൾ മാത്രമുള്ള സംഘം 7 ദിവസം വെയിലും പൊടിയുമേറ്റ് ഒരു പൂങ്കാവനമായി സ്ഥലത്തെ മാറ്റിയതോടെ കാഴ്ചക്കാരെല്ലാം അഭിനന്ദനവുമായി എത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KM ഹരിത, NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ അനിൽ, അധ്യാപകരായ VV രാജീവ്, KN അമ്പിളി, K ലിഷ, K ഫർസാൻ എന്നിവരാണ് കുട്ടികൾക്കൊപ്പം ഇത്തരമൊരു ദൗത്യത്തിന് ചുക്കാൻ പിടിച്ചത്. എടപ്പാൾ പഞ്ചായത്തിന് KVUM ദാറുൽ ഹിദായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നൽകുന്ന സ്നേഹോപഹാരമാണ് സ്നേഹാരാമം എന്ന ഈ പദ്ധതി. ശുചിത്വ മിഷനും എടപ്പാൾ പഞ്ചായത്തും KVUM ദാറുൽ ഹിദായയുടെ 250-ാം യൂണിറ്റിൻ്റെ 50 പേരടങ്ങുന്ന വളണ്ടിയേഴ്സും കൂടിയാണ് ഇതിന് തുടക്കമിട്ടിരിക്കുന്നത്. പൂക്കരത്തറയിലെ ഏറ്റവും മാലിന്യ നിറഞ്ഞ കേന്ദ്രമായ മിനി MCFൻ്റെ തൊട്ടടുത്താണ് 50 പേരടങ്ങുന്ന ഈ വളണ്ടിയേഴ്സ് ഇത്രയും മനോഹരമാക്കിയിരിക്കുന്നത്. CCTV ന്യൂസ്, തൃത്താല. കപ്പൂർ പഞ്ചായത്തിൽ അടയ്ക്ക മോഷണം വ്യാപകമായതോടെ വലഞ്ഞ അടയ്ക്ക കർഷകർ. 15 ചാക്കിലധികം അടയ്ക്കയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നായി നഷ്ടപ്പെട്ടത്. പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി, കോഴിക്കര ഭാഗങ്ങളിലാണ് അടയ്ക്ക മോഷണം വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ 3 വീടുകളിൽ നിന്നായി 15 ചാക്കിലേറെ വരുന്ന അടയ്ക്കയാണ് നഷ്ടമായത്. ഉണക്കാനിടുന്ന അടയ്ക്കയും ഉണക്കി ചാക്കുകളിലായി സൂക്ഷിച്ചു വെക്കുന്നവയുമാണ് പ്രധാനമായും മോഷണം പോകുന്നത്. 50,000 രൂപയിലധികം വില വരുന്ന അടയ്ക്കയാണ് കഴിഞ്ഞ ദിവസം മാത്രം നഷ്ടപ്പെട്ടത്. ഇതോടെ അടയ്ക്ക കർഷകരും ബുദ്ധിമുട്ടിലായി. വീടിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന അടയ്ക്ക മോഷ്ടാക്കൾ കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിലാണ് മോഷണം നടത്തുന്നത്. കർഷകരുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിവരുന്ന ജില്ലാ യൂത്ത് മാർച്ചിന് നാളെ തൃത്താലയിൽ സമാപനം. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന ജില്ലാ യൂത്ത് മാർച്ചിന്റെ സമാപന സമ്മേളനം നാളെ തൃത്താലയിൽ വെച്ചാണ് നടക്കുന്നത്. വിദ്വേഷത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 22-ന് മണ്ണാർക്കാട് നിന്നും യൂത്ത് മാർച്ച് പ്രയാണം ആരംഭിച്ചത്. ജില്ലയിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളുടെയും സഞ്ചരിച്ച യൂത്ത് മാർച്ച് നാളെ വൈകിട്ട് 4 മണിക്ക് കൂറ്റനാട് ന്യൂബസാറിൽ നിന്നും തൃത്താല മണ്ഡലത്തിലെ പര്യടനം ആരംഭിക്കും. തുടർന്ന് തൃത്താലയിൽ മാർച്ച് സമാപിക്കും. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 22-ാം തീയതി മണ്ണാർക്കാട് നിന്നും ആരംഭിച്ച് പാലക്കാട് ജില്ലയിലെ ഇന്നത്തോടുകൂടി പട്ടാമ്പി ഉൾപ്പെടെയുള്ള 11 നിയോജകമണ്ഡലങ്ങളിലും പര്യടനം പൂർത്തിയാക്കി മുസ്ലിം യൂത്ത് ലീഗ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് PM മുസ്തഫ തങ്ങളും
ജനറൽ സെക്രട്ടറി റിരാസ് നാളകത്ത് നയിക്കുന്ന യൂത്ത് മാർച്ച് നാളെ തൃത്താല നിയോജക മണ്ഡലത്തിലെ കൂറ്റനാട് നിന്നും പര്യടനം ആരംഭിച്ച് തൃത്താലയിൽ സമാപനം കുറിക്കുകയാണ്. സമാപന പൊതുസമ്മേളനം മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉദ്ഘാടനം നിർവഹിക്കും. മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി എ ടി മുഹമ്മദ് ബഷീർ സാഹിബ് ചടങ്ങിലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുസമദ് സമദാനി സാഹിബ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ചടങ്ങിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയാകും. മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുൽ സമദ് സമദാനി, യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എം എ കരീം, മരക്കാർ മാരായമംഗലം, കളത്തിൽ അബ്ദുള്ള, അഡ്വക്കേറ്റ് സിദ്ദീഖ്, പി എ സലാം തുടങ്ങിയവരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സ്വാസംഘം ജനറൽ കൺവീനർ പി എ മുനീബ് ഹസൻ, മറ്റു നേതാക്കളായ അഫ്സൽ പുന്നക്കാടൻ, യു ടി താഹിർ, ഫൈസൽ പുളിയക്കോട് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. ജലാശയങ്ങളിലെ മുങ്ങിമരണങ്ങൾക്ക് പരിഹാരമായി പട്ടാമ്പി കോടല്ലൂരിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് ജില്ലാ ട്രോമോ കെയറിന്റെ ആഭിമുഖ്യത്തിൽ നീന്തൽ ടെസ്റ്റും നടത്തി. പട്ടാമ്പി കൊടലൂർ സ്വദേശികളായ അക്ബറും അബു താഹിറുമാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സൗജന്യ നീന്തൽ പരിശീലനവുമായി രംഗത്തിറങ്ങിയിരുന്നത്. മുങ്ങിമരണങ്ങളും ജലാശയങ്ങളിലെ അപകടങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഇരുവരും ചേർന്ന് സൗജന്യമായി നീന്തൽ പരിശീലനം എന്ന ലക്ഷ്യവുമായി രംഗത്തിറങ്ങിയത്. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലായിരുന്നു പരിശീലനം നൽകി വന്നിരുന്നത്. 150ഓളം പേരാണ് പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർക്കുള്ള നീന്തൽ ടെസ്റ്റും ജില്ലാ ട്രോമോ കെയറിന്റെ സഹകരണത്തോടു കൂടി നടത്തി. പാലക്കാട് ജില്ലാ ട്രോമോ കെയറിന്റെ അതിന്റെ അധികാരിപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഇതിങ്ങനെ മുത്തപ്പ അതിന്റെ അക്ബർക്കാർ രണ്ടുപേരും കൂടി നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നീന്തല് പഠിപ്പിച്ചാണ്. അപ്പൊ അവർക്കുള്ള സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ടെസ്റ്റ് നീന്തലാണെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഈ രണ്ട് വ്യക്തികള് ഈ ചെയ്തതിന് ഏറ്റവും വലിയ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിൽ മുങ്ങിമരണങ്ങളൊക്കെ കൂടുക, പിന്നെ കുറെ കുട്ടികൾക്ക് വ്യായാമം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കാം. എന്തായാലും ഇവര് ഒരു വ്യക്തികൾ മഹാ മനസ്സുകൊണ്ട് ഇത്ര ഒരു പരിപാടി നാട്ടിലുള്ള അവരുടെ സമയം അവരുടെ എല്ലാ പണിയും കളഞ്ഞുകൊണ്ട് ഇത്ര ഒരു പരിപാടിക്ക് നിന്നതിൽ അവർ എത്ര നമ്മളെ അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്തായാലും അക്ബർക്ക വെരി ഗുഡ്, നന്നായിട്ട് നിങ്ങളെ ഈ ഒരു സേവനം നാടിന് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്നാണ് നമുക്ക്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് രാവിലെ 6:30 തുടങ്ങി 9 മണി വരെ പരിശീലനം നൽകി വന്നിരുന്നത്. കൂടുതലും കുട്ടികളാണ് പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നത്. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയായിരുന്നു ഇവർ പരിശീലനം നൽകി വന്നിരുന്നത്. പരിശീലനം പൂർത്തിയായ കുട്ടികളുടെ നീന്തൽ പരിശീലനത്തിന്റെ ക്ഷമത പരിശോധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ടെസ്റ്റ് നടത്തിയത്. ടെസ്റ്റ് നടത്തിയവർക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. മുങ്ങിമരണമില്ലാത്ത നാട്, കാരണം ദിനേന നമ്മൾ കേൾക്കുന്ന മുങ്ങിമരിക്കുക, നീന്തൽ അറിയാവുന്നവർ കൂടി മുങ്ങിമരിക്കുന്നു. പിന്നെ അധികം മുങ്ങിമരണം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരാൾ മുങ്ങി അടുത്താൾ മുങ്ങി അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രചോദനമാണ്. ഇനി നമ്മുടെ നാട്ടിൽ ഒരാൾ പോലും മുങ്ങി മരിക്കരുത്. ഒരു അടുത്ത പണ്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്നുണ്ടായത് ഇപ്പം ഞാനിവിടെ പറക്കുള സ്കൂളിൽ പോയപ്പോഴാണ് അവർ നമ്മൾ ക്ഷണിച്ചിരുന്നു. പറക്കുള സ്കൂളിൽ ക്ഷണിച്ച് ചെന്നപ്പോഴാണ് അത് കുട്ടികളെ പഠിപ്പിക്കാൻ ചെന്നു. അവിടെ ഞങ്ങൾ സാറുമാരിലേക്ക് എത്തുന്നത് ഇങ്ങനെ സംഭവമുണ്ട്, അവർ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് അത് നാളെ ഗ്രേസ് മാർക്ക് കിട്ടാനൊക്കെ ഉതകുന്ന സംഭവമാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. GVHS വട്ടേനാട് സ്കൂളിൽ 2 ദിവസമായി നടന്നുവരുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്യാമ്പ് സമാപിച്ചു. സബ് ജില്ലയിലെ 11 സ്കൂളുകളിൽ നിന്നായി തെരഞ്ഞെടുത്ത 86 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ 2ഉം 3ഉം ആനിമേഷൻ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ വിദഗ്ധ പരിശീലനം നൽകി. ആനിമേഷൻ വിഭാഗത്തിലെ കുട്ടികൾ ലഘുകഥകളെ അടിസ്ഥാനമാക്കി വിവിധ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയപ്പോൾ പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ് എന്നീ മേഖലകളിൽ ഡ്രൈവർ ഉറങ്ങിയാൽ മുന്നറിയിപ്പ് തരുന്ന ഉപകരണം, മുഖം തിരിച്ചറിഞ്ഞ് തുറക്കുന്ന വാതിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ തയ്യാറാക്കി. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗപ്പെടുത്തിയാണ് മൊഡ്യൂൾ പരിശീലിപ്പിക്കുന്നത്. ട്രെയിനർമാരായ രാജീവ്, അനൂപ്, അധ്യാപകരായ നജീബ്, ഷമീർ, സന്തോഷ്, ഷാജഹാൻ, മുനീർ, ഷംസുദ്ദീൻ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ ജില്ലയിലേക്കും സംസ്ഥാന തലത്തിലേക്കും പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കും. ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലിറ്റിൽ കൈറ്റ്സിന്റെ ഉപജില്ലാ ക്യാമ്പാണ് വട്ടനാട് സ്കൂളിൽ വെച്ച് നടക്കുന്നത്. ഇതിൽ ആനിമേഷൻ വിഭാഗത്തിലും പ്രോഗ്രാമിംഗ് വിഭാഗത്തിലും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെയുള്ള 11 സ്കൂളുകളിലുള്ള 86 കുട്ടികൾ, ഒരു സ്കൂൾ തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 86 കുട്ടികളാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളെ നേരെ ജില്ലാ ക്യാമ്പിലേക്കും അതിൽ നിന്ന് സംസ്ഥാന ക്യാമ്പിലേക്കുമാണ് പോകുന്നത്. ഇതിൽ പ്രധാന പ്രത്യേകത നമ്മൾ AI ഉപയോഗിച്ചിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അലാറം, ഡ്രൈവർ ഉറങ്ങിയാൽ അറിയുന്ന രീതിക്ക് അലാറം അടിക്കുന്ന ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്.
അതുപോലെ തന്നെ വസ്തുക്കൾ തരംതിരിക്കുന്ന തരത്തിലുള്ള AI ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അനിമേഷനിലാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്ലെൻഡർ, അതുപോലെ തന്നെ ഓപ്പൺ. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. സ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലായിരുന്നു സംഗമം ഒരുക്കിയത്. കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1980 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് കൊപ്പം കാസിൽ കിച്ചൺ കോൺഫറൻസ് ഹാളിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ സൗഹൃദ സംഗമം നീണ്ടുനിന്നു. ആസീസ് ചൂണ്ടത്തോടിയുടെ അധ്യക്ഷതയിൽ വാസുദേവൻ മാസ്റ്റർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു 8-9 മാസത്തോളം അത്യധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ട് മുതിർന്ന ചില കുട്ടികളും ഞങ്ങൾ രണ്ടാളും വീടുതോറും കയറിയിറങ്ങി വൈക്കോല്, പട്ട, അതുപോലെ തന്നെ മുള, തൂണ് മുതലായവ ശേഖരിച്ച് കൊണ്ടുവന്നിട്ടുള്ള രംഗം ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. അത്തരമൊരു സന്ദർഭം ഇല്ലായിരുന്നുവെങ്കിൽ അതിൻ്റെ അത്യധ്വാനം ചെയ്തിട്ടുള്ള മാധവമാഷിനെ അദ്ദേഹം എന്നോ കഴിച്ചുപോയി. ആ ബാച്ചിൽ ഏറെക്കുറെ അവസാനം ബാക്കിയായിട്ടുള്ളത് ഞാൻ മാത്രമാണ്. എനിക്ക് എത്ര വയസ്സായി എന്നുള്ളത് നിങ്ങളെന്നെ പരിഗണിച്ചാൽ മതി. എനിക്കത് എൻ്റെ വയസ്സ് പറയാൻ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാൻ അനുവാദമില്ല. സുനന്ദ, ശങ്കരനാരായണൻ, ജനാർദ്ദനൻ, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പൂർവ്വ അധ്യാപകരെ ആദരിക്കലും നടന്നു. KM ജയകൃഷ്ണൻ, രാജഗോപാൽ മണ്ണങ്കോട്, AT ശശി തുടങ്ങിയവർ സംസാരിച്ചു. സൗഹൃദം പങ്കിടൽ, സഹകാത്മക പ്രകടനം തുടങ്ങിയ പരിപാടികളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. തലയെടുപ്പുള്ള കൊമ്പന്മാരും വാദ്യാഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളും അടങ്ങിയ കാഴ്ചവിരുന്നൊരുക്കി ആറങ്ങോട്ടുകര മുല്ലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരി, മേൽശാന്തി ഞാങ്ങാട്ടിരി സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയോടെ കാർത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം പൂരം എഴുന്നള്ളിച്ച് കാവു കയറിയതോടെ മറ്റു കമ്മിറ്റികളുടെ പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് പൂലാത്ത് കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് പൂലാത്ത് പറമ്പിൽ നിന്നും, എഴുമങ്ങാട് കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് എഴുമങ്ങാട് എരട്ടിച്ചാർത്ത് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും, ആറങ്ങോട്ടുകര കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ആറങ്ങോട്ടുകര പഴയ സത്യൻ ടാക്കീസ് പരിസരത്തു നിന്നും പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. പാമ്പാടി രാജൻ, ചിറക്കര ശ്രീറാം, കുട്ടൻകുളങ്ങര അർജുനൻ തുടങ്ങി 16 കൊമ്പന്മാർ അണിനിരന്നു. പാമ്പാടി രാജൻ ദേവസ്വം പൂരത്തിൽ തിടമ്പേറ്റി. പഞ്ചവാദ്യത്തിന് തിമിലയിൽ ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ മുഖ്യപ്രമാണിയായി. കലാമണ്ഡലം ചന്ദ്രനും കോങ്ങാട് രാധാകൃഷ്ണനും മായനൂർ രാജുവും തിമില സംഘത്തിന് കരുത്തായി. മദ്ദളത്തിൽ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, തിരുവില്ലാമല രാജൻ, ചെർപ്പുളശ്ശേരി ശിവശങ്കരൻ എന്നിവരും, ഇടക്കയിൽ പെരിങ്ങോട് സുബ്രഹ്മണ്യനും കോടന്നൂർ ഗിരീഷ് മാരാരും, കൊമ്പുവാദ്യത്തിൽ മച്ചാട് രാമചന്ദ്രൻ, വരവൂർ ഉണ്ണിനായർ, ഇരുങ്കുറ്റൂർ ശ്രീജിത്ത് എന്നിവരും, ഇലത്താളത്തിൽ ചേലക്കര സൂര്യൻ, പാലപ്പുറം രാജന് തുടങ്ങിയവരും മേളത്തിന് കൊഴുപ്പേകി. തുടർന്ന് കുമ്പാര കോളനി കമ്മിറ്റിയുടെ കാവടിയാട്ടം, പൂക്കാവടി, കേത്രാട്ടം, പൂതൻ, തിറ, നാടൻ കളികൾ തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തി. രാത്രി പ്രത്യേക തായമ്പക, കേളി, കൊമ്പ്, കുഴൽപ്പറ്റ്, പാണ്ഡിമേളം, ബാലെ തുടങ്ങിയവയും ഉണ്ടായി. ആറങ്ങോട്ടുകര എഴുമങ്ങാട് പ്രവാസി കൂട്ടായ്മയൊരുക്കിയ കാഴ്ചപ്പന്തൽ, ആറങ്ങോട്ടുകര വയലിയുടെ നാടൻ പാട്ടുകളുടെ പുതുസംഗമം എന്നിവയും ഉത്സവത്തിന് മാറ്റുകൂട്ടി. തൃത്താല. കൊള്ളനൂർ കുന്നത്തുകാവ് ദുർഗാക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി മേൽശാന്തി നരിപ്പറമ്പ് മന വാസുദേവൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. രാവിലെ വിശേഷാൽ പൂജകളുണ്ടായി. ഉച്ചയ്ക്ക് ശേഷം കുന്നംകുളങ്ങര കാവിൽ നിന്ന് ആന പഞ്ചവാദ്യത്തോടെ ക്ഷേത്രം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തിയതോടെ വിവിധ ദേശകമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ തിറ, പൂതൻ, തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ വരവുകളെത്തി ദേവിയെ വണങ്ങി. ഇതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക, വിവിധ കലാപരിപാടികൾ, കളം പൂജ, പുലർച്ചെ എഴുന്നള്ളിപ്പോടെ പരിപാടികൾക്ക് സമാപനമായി.
കാതിലഴകെ താരമരികെ തിരിയും ചിരിയെ മാറി ഉയരാ ചിറകിലല. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.